നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയും തമ്മിലുള്ള ആ ഒരു സൗഹൃദ ബന്ധം എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം ദൃഢമാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. നവമാധ്യമങ്ങളിലടക്കം സോഷ്യൽ മീഡിയയിലടക്കം നരേന്ദ്രമോദിയുടെ പേജിലടക്കം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ചിത്രങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്താൽ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ അത് വൈറലാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവരുടെ ഈ സൗഹൃദ ബന്ധത്തിൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വല്ലാത്ത ഒരു കണ്ണുകടി ഉണ്ട് എന്നത് പറയാതെ വയ്യ. നിലവിലിപ്പോൾ അതായത് ജോർജിയോ മെലോണിയെ മോശമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്ക് ജോർജിയോ മെലോണിയെ ഒന്ന് അപമാനിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലിപ്പോൾ രൂക്ഷമായ തരത്തിലുള്ള ഒരു വിവാദം ലോകരാജ്യങ്ങളടക്കം ഇപ്പോൾ ട്രംപിന് നേരെ ഉന്നയിക്കുകയാണ്. അതായത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയെ ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടർച്ചയായി നടത്തുന്ന അധിക്ഷേപങ്ങൾക്കെതിരെ കടുത്ത പ്രതികരണവുമായി ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കൻ രംഗത്ത് വന്നിരിക്കുകയാണ്. മെലോണിയെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കരുതെന്നും ഇത്തരം മോശ പരാമർശങ്ങൾ പാടില്ല എന്നും അദ്ദേഹം ട്രംപിന് കടുത്ത മുന്നറിയിപ്പ് നൽകുകയാണ്. തുർക്കിയിൽ നടക്കാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് തൊട്ടുമുമ്പ് യൂറോപ്യൻ യൂണിയനിലെ പ്രമുഖ നേതാക്കൾ തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നത് തടയാനാണ് ബെൽജിയം മന്ത്രിയുടെ ഈ അടിയന്തരമായ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം യൂറോപ്പ് സ്വന്തം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അടുത്ത 5 മുതൽ 10 വർഷം വരെ അമേരിക്കയുടെ സൈനിക പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അനിവാര്യമാണെന്നും അതിനാൽ വാഷിംഗ്ടണുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കരുതെന്ന് അദ്ദേഹം മറ്റ് യൂറോപ്യൻ നേതാക്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ട്രംപും മെലോണിയും തമ്മിൽ കടുത്ത വാക്പോരാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്നു വരുന്നത്. മുമ്പ് ഇരുവരും മികച്ച സൗഹൃദത്തിലായിരുന്നുവെങ്കിലും അടുത്തിടെ ഇറാൻ വിഷയത്തിലും മാർപ്പാപ്പയ്ക്കെതിരെയുള്ള ട്രംപിന്റെ പരാമർശങ്ങളിലും മെലോണി കടുത്ത രീതിയിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായത്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സ്വഭാവം സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെന്ന് വെറുതെ ആ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അടക്കം ഒന്ന് ചൊറിഞ്ഞില്ലെങ്കിൽ ട്രംപിനൊരു ഉറക്കം വരത്തില്ല, അല്ലെങ്കിൽ ഒരു ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ചുമ്മാ ചെന്ന് ട്രംപ് മറ്റുള്ള രാജ്യത്തിന്റെ ഭരണാധികാരിയെ കയറി ചൊറിയും. അവർ തിരിച്ച് 2 അടി ട്രംപിന് കൊടുക്കുമ്പോഴത്തേക്ക് അവൻ എന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരെ താരിഫ് നിരക്ക് കൂട്ടുക, അല്ലെങ്കിൽ അവർക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കുക. അങ്ങനെയുള്ള ചില വട്ട് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ചില മണ്ടൻ സ്വഭാവങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് ട്രംപിന്റെ ഉപദേഷ്ടാക്കളടക്കം പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കണം, ജനങ്ങളുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ഒരു നല്ല ഒരു പ്രസിഡന്റ് ആയിട്ട് നിൽക്കണം, അല്ലാതെ ചുമ്മാ മറ്റുള്ള രാജ്യങ്ങളെ പോയി ചെന്ന് ചൊറിയരുത്. എപ്പോഴാണ് അവരെല്ലാവരും കൂടെ വാരി എടുത്തിട്ട് അലക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന് വിവരമുള്ളവർ ട്രംപിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ട്രംപ് അതൊന്നും ചെവി കൊള്ളത്തില്ല. കിട്ടേണ്ടത് പോയി ചെന്ന് അങ്ങോട്ട് വാങ്ങിച്ചും, അതായത് പാലം ഇട്ട് ട്രംപ് പോയി അവിടെ നടന്നു ചെന്ന് കിട്ടേണ്ടതെല്ലാം ട്രംപ് വാങ്ങിച്ചു കൂട്ടിയിട്ട് തിരിച്ചു വന്ന് പിന്നെ ഒരു മാസത്തേക്ക് വാടച്ച് മിണ്ടാതിരിക്കുന്ന ഒരു പ്രവണതയാണ് ട്രംപിനുള്ളത്. ജോർജിയോ മെലോണിയിൽ നിന്നും അതേപോലെ തന്നെ പോയി മെലോണി കണക്കിന് ട്രംപിനെ വലിച്ചു കീറി ഭിത്തിയിൽ തൂക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മാസം G7 ഉച്ചകോടിക്കിടെ മെലോണിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ കെഞ്ചിയെന്നും അവരോട് പാവം തോന്നിയത് കൊണ്ടാണ് താൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതെന്നും ട്രംപ് പരസ്യമായി ഒരു പരിഹാസ രൂപേണ പറഞ്ഞിരുന്നു. കാരണം G7 ഉച്ചകോടിക്ക് മോദിയും അതോടൊപ്പം തന്നെ മെലോണിയും തമ്മിൽ വലിയ രീതിയിലുള്ള ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ട്രംപിന് വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടായി, അല്ലെങ്കിൽ ട്രംപിന് വലിയൊരു കുശുമ്പ് തോന്നി. ഇതാണ് ട്രംപ് മെലോണിയെ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചാരണം നടത്തിയത്. എന്നാൽ ഇറ്റലിയുടേതാണോ ആരുടെയും മുന്നിൽ കെഞ്ചാറില്ല എന്നാണ് മെലോണി ഇതിന് ശക്തമായ മറുപടി നൽകിയത്. ആരുടെ മുന്നിൽ ഞാൻ കെഞ്ചാറോ തലകുനിക്കാറോ ഇല്ല, ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ ചോദിച്ചാൽ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നു കൊടുക്കുമെന്ന് ട്രംപിന്റെ മുഖത്ത് നോക്കിയാണെന്ന് മെലോണി ഒരു മറുപടി പറഞ്ഞു. ഈ തർക്കങ്ങൾ നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ മെലോണിയെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് ഒരു എഡിറ്റ് ചെയ്ത ചിത്രം പങ്കുവച്ചത്. മെലോണി ട്രംപിനെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന ചിത്രത്തിന് മുകളിലായി നിയന്ത്രിക്കാൻ ഉത്തരവ് വേണ്ടി വരും എന്ന തലക്കെട്ടും ട്രംപ് നൽകിയിരുന്നു. ട്രംപിന്റെ ഈ വ്യക്തിപരമായ അധിക്ഷേപമാണ് ബെൽജിയം പ്രതിരോധ മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. മെലോണി രാജ്ഞി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെയുള്ള ഇത്തരം വില കുറഞ്ഞ സൈബർ ആക്രമണങ്ങൾ US പ്രസിഡന്റിന്റെ പദവിക്ക് ചേർന്നതല്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നതിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും കടുത്ത രീതിയിലുള്ള ആശങ്കയുണ്ട്. ട്രംപിന്റെ പ്രകോപനങ്ങളോട് ഇനി പ്രതികരിക്കാനില്ലെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയെങ്കിലും പ്രതിരോധ രംഗത്ത് US-നെ പൂർണ്ണമായി പിണക്കാൻ യൂറോപ്പിന് സാധിക്കില്ല എന്ന യാഥാർത്ഥ്യമാണ് ബെൽജിയം പ്രതിരോധ മന്ത്രി തിയോ ഫ്രാങ്കോ ചൂണ്ടിക്കാണിക്കുന്നത്. സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നതിനാൽ വാഷിംഗ്ടണുമായുള്ള ബന്ധം തകരാതെ സൂക്ഷിക്കാൻ യൂറോപ്യൻ നേതാക്കൾ കൂടുതൽ നയതന്ത്രജ്ഞത കാണിക്കുന്നുണ്ട്. ഭിന്നതകൾ മറന്ന് നാറ്റോ ഉച്ചകോടിയിൽ ഇരു നേതാക്കളും എങ്ങനെ മുഖാമുഖം വരുമെന്ന ഉത്കണ്ഠയിലാണ് ഇപ്പോൾ രാജ്യാന്തര നയതന്ത്ര ലോകം എത്തി നിൽക്കുന്നത്.